ഹലോ, ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാവർക്കും കാണണ്ടേ? അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരുടെയും വീട്ടിൽ പുൽക്കൂടൊക്കെ റെഡിയാക്കിയോ? ഇവിടെ തലേന്നാണ് കേട്ടോ പുൽക്കൂടും ഈ ട്രീ ഒക്കെ സെറ്റാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പരിപാടികളെല്ലാം രാകേഷണ്ണാണ്. കഴിഞ്ഞ വർഷം തൊട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഈ പുൽക്കൂട് ഉണ്ടാക്കുക, പിന്നെ ട്രീ ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതല്ല ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ആ സമയത്ത് ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നുള്ള ഓരോ സംസാരങ്ങളും കാര്യങ്ങളും, കുഞ്ഞുങ്ങൾക്കും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കൊടുക്കും കേട്ടോ ആ സമയത്ത്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതെല്ലാം നോക്കിയിരിക്കത്തുള്ളൂ. കാരണം എനിക്ക് ഈ പുൽക്കൂട് ഉണ്ടാക്കാനോ ട്രീ ഉണ്ടാക്കാനോ അതൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. രാജേഷന് അത്യാവശ്യം ഇതൊക്കെ അറിയാം. സമയം 2 മണി വെളുപ്പിനെ ആയി കേട്ടോ. ഞാൻ പറയാം, ഉണ്ണിയേശുവിനെ കറക്റ്റ് 12 മണിക്കൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ബാക്കിയുള്ള ട്രീ ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി സമയമെടുത്തു. എല്ലാം എന്തായാലും സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ച് പിന്നുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്ലീനിങ് ആണ്. അതും കുറച്ചൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിക്കും കേട്ടോ. നമ്മൾ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം, അല്ലാതെ വെറുതെ മാറിയിരിക്കുക, അവിടെ തൊടരുത് ഇവിടെ തൊടരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നും പറയരുത്. കുറച്ചൊക്കെ അവർക്കും കൂടെ വിട്ടുകൊടുക്കണം. കാരണം അവരിത് ഭാവിയിൽ ഇതൊക്കെ അവർക്കൊരു എക്സ്പീരിയൻസ് ആവും. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ 4 പേരും കൂടെ ഒത്തുചേരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അതിലോട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വൈബാണ് ഈ 4 പേരും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടിയും ഉണ്ടാവും കേട്ടോ. പൊന്നും കണ്ണനും തമ്മിൽ എന്തെങ്കിലും എനിക്ക് താ അങ്ങനെ, അത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സെയിം കലാപരിപാടികളാണല്ലോ. അങ്ങനെ രാകേഷണ്ണൻ്റെ അടിപൊളി പുൽക്കൂട് കേട്ടോ, നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതെ ഞാൻ പറഞ്ഞതാണ്, വലിയ വിലയൊന്നും കൊടുക്കണ്ട, നമുക്കൊരു കുഞ്ഞു പുൽക്കൂടൊക്കെ മേടിക്കാം, ഇത്രയും ലേറ്റ് ആയില്ലേ. കാരണം നമ്മൾ പുൽക്കൂടൊക്കെ ചില വീടുകളിലൊക്കെ അത്യാവശ്യം നേരത്തെയൊക്കെ സെറ്റാക്കിയൊക്കെ വെക്കും കേട്ടോ. പക്ഷേ രാകേഷണ്ണൻ ഉണ്ടാക്കി കേട്ടോ. സംഭവം എന്തായാലും തട്ടിക്കൂട്ടാണെങ്കിലും അടിപൊളിയാണ്. ഇത് പിറ്റേ ദിവസം രാവിലത്തെയാണ്. രാവിലെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ കിടന്നപ്പോൾ തന്നെ 2:30-3 മണിയായി. പിന്നെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. കുറച്ച് ലേറ്റായി. എഴുന്നേറ്റ ഉടനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിച്ച് ചായയൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ചിക്കൻ കൊണ്ട് കുറുമ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ അപ്പവും നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ ഞാൻ മാവ് അരച്ച് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചങ്ങനെ വെക്കാറില്ല. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തില്ല. അപ്പത്തിന് അരച്ച് വെച്ചൊന്നുമില്ല കേട്ടോ, വിട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പവും ചിക്കൻ കുറുമയും ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇടിയപ്പവും ചിക്കൻ കുറുമയാണ് കേട്ടോ വെച്ചത്. ഇത് നമ്മുടെ പൊന്നുകുട്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പൊന്നുകുട്ടീനെ ക്യാമറ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞു. കാരണം എനിക്ക് തിരക്കായിപ്പോയി. അതുകൊണ്ട് അങ്ങനെ ഇവിടെ ചിക്കൻ കുറുമ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇടിയപ്പവും സെറ്റാകുന്നുണ്ട്. പിന്നെ കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ, തിരക്കായിപ്പോയി. കാരണം നമ്മൾ കിടന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായി. എഴുന്നേറ്റപ്പോഴും ലേറ്റായി. ഈ കിടക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തല പൊങ്ങണ്ടേ അല്ലേ. അങ്ങനെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഏകദേശം 11 മണിയെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. 4 പേരും കൂടെ ഒരുമിച്ചിരുന്നു. 4 പേരും കൂടെ ഒരുമിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേക ഒരു വൈബാന്ന്. ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് വീട്ടിലുള്ള സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇതുപോലെ മേശയുടെ ചുറ്റിനും അതും ഇതുമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയൂണും റെഡിയാക്കി കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ ഉച്ചയൂണും റെഡിയാക്കി. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഉച്ചയൂണും കഴിച്ചു കേട്ടോ. എല്ലാം ലേറ്റാണ് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് ചിക്കൻ കറി വെച്ചു, മോര് കാച്ചി, അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ കച്ചമ്പർ പോലെ അതുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയും മോര് കാച്ചിയതും അച്ചാറും കച്ചമ്പറും ഒക്കെ കൂടി ചോറ് കഴിച്ചു. ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊന്നുകുട്ടി പറയാ, നമുക്ക് ക്രിസ്മസ് അല്ലേ, നമുക്ക് അർത്തുങ്കൽ പള്ളിയിൽ പോകാം, അവിടെ സ്റ്റാർസൊക്കെ കാണും, അതൊക്കെ കാണാൻ പോകാമെന്നും പറഞ്ഞ് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമായിപ്പോയി കേട്ടോ. തലേ ദിവസത്തെ രാത്രിയിലത്തെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പുൽക്കൂടും ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നത് 2 മണി 3 മണിയൊക്കെ ആയില്ലേ കിടക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് തീരെ തല പൊങ്ങുന്നില്ലായിരുന്നു. എങ്കിലും കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ അവരുടെ, അതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞാൽ ഞങ്ങൾ
നമ്മുടെ അർത്തുങ്കൽ പള്ളിയിൽ വന്ന് കേട്ടോ. അർത്തുങ്കൽ പള്ളിയിൽ വന്ന് കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇത് പള്ളിയുടെ അകത്താണ് കേട്ടോ, പള്ളിയുടെ അകത്തെ പുൽക്കൂടാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഈ പുൽക്കൂടായിരുന്നു. ഞങ്ങളിപ്പോൾ അടുപ്പിച്ച് എല്ലാ വർഷവും ക്രിസ്മസിന് വൈകുന്നേരം അർത്തുങ്കൽ പള്ളിയിൽ പോകാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മൾ അർത്തുങ്കൽ പള്ളിയിൽ ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് പോകണം, നല്ല രസമായിരിക്കും കേട്ടോ. എനിക്കൊന്ന് തലേദിവസം അത്യാവശ്യം തിരക്കായിരിക്കും, ആൾക്കാർ കുർബാന കൂടാനൊക്കെയുള്ള തിരക്കുണ്ടാവും. പക്ഷേ ഇത് വലിയ തിരക്കുണ്ട്, ഒരുപാട് ആളുകൾ കുട്ടികളെയും കൊണ്ടുവന്ന് ഈ സ്റ്റാർസും ഈ ഡെക്കറേഷൻസും ഒക്കെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാനും എല്ലാം. ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റുമോ? ഇല്ലല്ലേ. ഇതുപോലെ നമ്മൾ പുറത്ത് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഞാനെന്ന് പറയുന്ന ഒരാൾ സ്വയം സന്തോഷം നേടിയെടുക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ ഈ ഡെക്കറേഷൻസും കാര്യങ്ങളും ഞങ്ങൾ ഹാളിലാണ് കേട്ടോ സെറ്റ് ചെയ്ത, പുറത്തല്ല. പുറത്ത് വെക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ കാണും, പക്ഷെ ഞങ്ങൾ പുറത്ത് വെച്ചില്ല. ഞങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഒരാഴ്ചത്തേക്ക് ഞങ്ങളത് അവിടെ നിന്ന് മാറ്റത്തില്ല, അവിടെ തന്നെ അങ്ങനെ ഇരിക്കും കേട്ടോ. ഞങ്ങളതിങ്ങനെ നമ്മൾ സ്വയം ഹാപ്പിനെസ് തേടണമെന്ന് ഓരോ ആളുകളും പറയത്തില്ല. ആരും നമുക്ക് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ കൊണ്ട് തരത്തില്ല, നമ്മൾ സ്വയം നമ്മുടെ സന്തോഷം തേടണം. ഞാനിവിടെ രാജേഷനോട് എപ്പോഴും പറയും, ഞാൻ എൻ്റെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ തേടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറിയൊരു കാര്യം പോലും ഞാൻ സന്തോഷം, ചെറിയൊരു കാര്യം ചെയ്താലും ഞാൻ അതിൽ സന്തോഷം ഞാൻ സ്വയം സെറ്റാക്കി എടുക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അതിപ്പോൾ മക്കളുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും കേട്ടോ. പിന്നെ സാഡ് വന്ന അടപട്ടലം സാഡായിരിക്കും കേട്ടോ, ഒരു രക്ഷയുണ്ടാകത്തില്ല. ഭയങ്കര മൂഡ് മാറി ഒരു ഡിപ്രഷൻ അവസ്ഥയിലോട്ടൊക്കെ പോകും. പക്ഷെ അത് മാക്സിമം ഞാൻ വരുത്താതിരിക്കാൻ നോക്കും. കാരണം അങ്ങനെ വരുത്തുന്ന ചില മനുഷ്യരിൽ നിന്നാണ് ആണല്ലോ. അപ്പോൾ ആ മനുഷ്യരെയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ മക്കൾക്കാണേലും ഹസ്ബൻഡിനാണേലും ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ സ്ത്രീകളാണ് ഒരു വീട്ടിലെ ഏറ്റവും വലിയ ബോണ്ടായിട്ട് നിൽക്കേണ്ട ഒരാൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി നമ്മൾ സ്ത്രീകളാണ്. നമ്മൾ സ്ത്രീകൾ സാഡായി കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ 3-4 വ്യക്തികളായിരിക്കും. അത് ആ 4 വ്യക്തികളെ ബാധിക്കും. ഇപ്പം ഞാനിവിടെ സാഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലോട്ട് പോയാൽ അത് ശരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത് പൊന്നുകുട്ടീനെയും കണ്ണൻകുട്ടനെയും രാജേഷനെയാണ്. അപ്പം ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും. എന്നെ അൺഹാപ്പി ആക്കാനായിട്ട് നോക്കുന്ന വ്യക്തികളെ ഞാൻ മാറ്റി നിർത്തുകയാണ് കേട്ടോ കൂടുതലും ഇപ്പം ചെയ്യുന്നത്. പക്ഷെ നേരത്തെ ഭയങ്കര വിഷമമായിരുന്നു ചില ആളുകൾ പിണങ്ങി പോകുമ്പോഴൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാണ്, ഈ 3 വ്യക്തികൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ സാഡായിട്ടിരുന്ന വീട്ടിലെ കാര്യം എന്താ പറയുന്നത്, നമ്മൾ വീട് പൂട്ടേണ്ട ഒരവസ്ഥയാണ്, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളെല്ലാം സെറ്റാക്കി അടിച്ചു പൊളിച്ചു. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ അവിടെയുള്ള ട്രീയും പുൽക്കൂടും കുറേ ഫോട്ടോസ് എടുത്തോട്ടോ, കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്ത് മാക്സിമം ഹാപ്പി ആക്കി കേട്ടോ മൈൻഡ്. അതിനുശേഷം ഞങ്ങളൊന്ന് ബീച്ചിലോട്ട് പോയി കേട്ടോ. ബീച്ചിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. അവിടെ ഒന്നുമില്ലായിരുന്നു കേട്ടോ, ഒന്നും. കുറേ ആളുകൾ എന്തോ പച്ചമരുന്ന് വിൽക്കുന്നു, അതിൻ്റെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതല്ലാതെ ഒന്നുമില്ലായിരുന്നു. പിന്നെ നമ്മുടെ പൊന്നു ചെറിയൊരു ചുമയുള്ള അധികം ബീച്ചിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. നമ്മൾ ഈ കടപ്പുറത്തുനിന്ന് നമ്മുടെ അർത്തുങ്കൽ പള്ളിയുടെ അവിടെ ബീച്ചുണ്ട്, ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അർത്തുങ്കൽ പള്ളിയിൽ അങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ പള്ളി ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത് പോയവർക്ക് മനസ്സിലാവും, നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അർത്തുങ്കൽ പള്ളിയുടെ പരിസരത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും സ്റ്റാർസൊക്കെ ഈ LED ബൾബില്ലേ അതിട്ടങ്ങ് നിറച്ച് വെച്ചിരിക്കുക കേട്ടോ. ചില വീടുകളൊക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതി വരിക. ഞാനപ്പോൾ പറയും, നമ്മളിപ്പോൾ റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്, അപ്പോൾ അവിടെ നമുക്കിതൊക്കെ ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട് അല്ലേ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടേ എനിക്കങ്ങോട്ട് കൊതിയാവും അവിടെ നിന്നങ്ങ് കാണാനായിട്ട്. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു ഹോട്ടലാണ് കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ബാറെല്ലാം കൂടെ ഉള്ളത് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ നിറച്ച് LED ബൾബൊക്കെ ഇട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ രാജേഷൻ അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്ലോ ആക്കി തന്നു കേട്ടോ. അണ്ണനെ അറിയാം എനിക്കിങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളൊന്ന് സ്ലോ ആക്കി തന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച്
ചേർത്തല ടൗണിലോട്ട് പോയി കേട്ടോ. ചേർത്തല ടൗണിലോട്ട് പോയി എന്തിനാണെന്നറിയാമോ, എനിക്ക് പൊറോട്ട ചിക്കൻ കറി വെച്ച് കഴിയുമ്പോഴും അന്ന് വൈകിട്ട് എനിക്ക് പൊറോട്ട കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. പൊറോട്ട അത്ര നല്ലൊരു ഫുഡല്ല കേട്ടോ. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാറില്ല. പക്ഷേ ഈ ചിക്കനോ ബീഫൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ രാത്രിയിൽ ഒരു പൊറോട്ടയെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്തൊരു രീതിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് എന്തായാലും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു കേട്ടോ. രാവിലെ ഇടിയപ്പവും ചിക്കൻ കുറുമയും ഉച്ചയ്ക്ക് ചിക്കൻ കറിയും ചോറും ഒക്കെ ആയിട്ട് രാത്രിയിൽ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ചിക്കൻ മയമായിരുന്നു എന്തായാലും ക്രിസ്മസ്. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. നല്ല ഭംഗിയുണ്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കൂടാരം. കാണുന്ന ആളുകളൊന്നും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യുന്നില്ല, എന്നാലും കുറേ ആളുകൾ കാണുന്നുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളിയൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.